മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന, ദ പ്രെയർ ഓഫ് ദ ഹൈ പ്രീസ്റ്റ്. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു 17-ാം അധ്യായം വായിക്കുമ്പോൾ മഹാപുരോഹിതനായ യേശു ക്രിസ്തു ക്രൂശുമരണമേൽക്കുന്നതിന് മുൻപ് ക്രിസ്തുവിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവനവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 3 കൂട്ടരെയാണ്. 1 ക്രിസ്തുവിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, 2 ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, 3 മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് വരാൻ പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടി, അന്നുള്ള വിശ്വാസികൾക്കും ഇന്നുള്ള വിശ്വാസികൾ. അപ്പം നമ്മളെ എല്ലാം ഓർത്ത് കണ്ട് അന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പം അതൊട്ടും എക്സാജറേഷൻ അല്ല. ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പോലും എഴുതിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാപുരോഹിതനായ യേശു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ദൈവത്തിൻ്റെ ഉദ്ദേശം പ്രാർത്ഥിക്കുന്ന എപ്പോഴും ദൈവത്തോട് അടുപ്പിക്കാനാണല്ലോ, നിത്യജീവനെ തരാനാണ്, എന്നേക്കുമുള്ള നിത്യജീവൻ. ഈ മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ നിങ്ങളെയും കൊണ്ടുവന്നിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് സ്നേഹിച്ച് ജീവിച്ചതുപോലെ വലിയൊരു കുടുംബമായിട്ട് നമ്മൾ സ്വർഗത്തിൽ അല്ലെ പരദീസയിൽ ഒന്നിച്ച് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ദുഷ്ടപിശാചു വന്ന് അന്ധകാരശക്തി പരിശുദ്ധാത്മാവിനെ ഇല്ലാതാക്കാൻ നോക്കിയെങ്കിലും ക്രിസ്തു കടന്നു വന്നിട്ട് അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പെന്തക്കോസ്തോട് തന്ന്. ഇന്ന് പെന്തക്കോസ്ത് കഴിഞ്ഞപ്പം തൊട്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. ഇതൊരു കൃപായുഗമാണ്. ഈ യുഗത്തിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. നീ ഒരിക്കലും സ്വർഗത്തിൽ പോകരുതെന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ നമ്മൾ. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് പിശാചും, ലൂസിഫർ എന്ന് ആദ്യം പറഞ്ഞ്. അപ്പോൾ ഈ പിശാചിൻ്റെ സകല ആധിപത്യവും സ്വർഗത്തിൽ നിന്ന് പോയി അവൻ്റെ അധികാരം മാറിപ്പോയിട്ട് ഭൂമിയിലേക്ക് വെട്ടേറ്റ് നിലംപരിശായ അരുണോദയ ശുക്രൻ ഇന്ന് ദൈവം മനുഷ്യനെ അത്യധികം സ്നേഹിക്കുന്നത് കണ്ടിട്ട് എങ്ങനെയെങ്കിലും മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോയിപ്പിക്കരുത്. അതായത് ദൈവത്തോടുള്ള വാശി മനുഷ്യനിൽ തീർക്കുകയാണ്. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടില്ലേ, അപ്പനോടുള്ള വാശി മക്കളെയോട് ഉപദ്രവിച്ച് മക്കളെ കൊന്നിട്ട് തീർക്കും, അമ്മയോടുള്ള വാശി സ്വന്തം സഹോദരനെ കൊന്ന് തീർക്കും. ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോൾ അതൊക്കെ പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഇതൊന്നും ദൈവത്തിൻ്റെ അല്ല. എന്നാൽ ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് നോക്കാം നമുക്ക്. സത്യത്താൽ നമ്മളെ വിശദീകരിക്കാനാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. നമ്മൾ യേശു ക്രിസ്തു പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ ദേഹത്തെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് നീ ഭയപ്പെടണ്ട, എന്നാൽ നിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളൊന്നും ചെയ്യാനൊക്കത്തില്ല ആത്മാവിന്. പക്ഷെ നിൻ്റെ അവെയർനെസ്, ഞാൻ ആരേ എന്നുള്ള ബോധം എന്നിൽ നിന്ന് മാറ്റി. അങ്ങനെയാണ് ഒത്തിരി ദൈവത്തെ അറിയുന്ന പിള്ളേർ കുറച്ച് കഴിയുമ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവരുടെ സോൾ ലെവൽ അല്ലെങ്കിൽ ദേഹി ലെവലിൽ പിശാച് കയറുന്നതുകൊണ്ടാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർത്തും ഒരു തിരിച്ചു വരാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അവനാണല്ലോ 17-ാം സങ്കീർത്തനം 17-ാം അധ്യായം യോഹന്നാൻ്റേത് എഴുതിയിരിക്കുന്നത് നമ്മളെ ഒരിക്കലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. 1 തൊട്ട് 4 വരെയുള്ള വാക്യമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് സംസാരിച്ച ശേഷം യേശുക്രിസ്തു അതിന് മുമ്പിൽ പറയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാലും ധൈര്യപ്പെട്ടിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ഒരു ദൈവമാണ് നമ്മളോട് പറയുന്നത്. ലോകത്തിൽ ദേഹത്തെ ഉപദ്രവിക്കാൻ നമ്മളെ ഒരാൾക്ക് കൊല്ലാൻ സാധിക്കും, പക്ഷെ നമ്മുടെ ആത്മാവിനെയോ ദേഹിയോ കൊല്ലാൻ സാധിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ പ്രൊറോഗേറ്റീവ് അല്ലേ. അതാണ് നമ്മൾ. അപ്പോൾ ഈ ദേഹീതലത്തെ സൂക്ഷിക്കാനാണ് നമ്മളെ ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. ആത്മാവ് കർത്താവിൽ തന്നെയാണെന്ന് നമുക്കൊരു ബോധം വരണം. ഇത് സംസാരിച്ച ശേഷം സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ പുത്രൻ അറിയായിരുന്നു ക്രൂശുമരണം ഏറ്റെടുക്കുന്നതോടുകൂടി മനുഷ്യകുലത്തിൻ്റെ മുഴുവനും പാപപരിഹാരത്തിനായിട്ട് പാപമില്ലാത്ത രക്തം ചൊരിയണം.
പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തമാണ് ചൊരിഞ്ഞത്. മൃഗങ്ങളുടെ രക്തം പാപപരിഹാരത്തിന് പാപമില്ലാത്ത രക്തമായി മാറുന്നില്ല. പക്ഷേ ആ സമയം ദൈവം നിയമം മൂലം ശുശ്രൂഷിച്ചതിരുന്നാൽ നിയമപരമായിട്ട് നിൻ്റെ പാപങ്ങൾ ഒരാടിനെയോ ഒരു ചെറിയൊരു ആട്ടിൻകുട്ടിയോ കൊന്നിട്ട് അതിൻ്റെ രക്തം തളിക്കുമ്പോൾ പാപം മൂടപ്പെടുകയാണ് ചെയ്യുന്നത്, തുടച്ചു നീക്കുന്നില്ല, മൂടപ്പെടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വന്ന നമ്മുടെ സകല പാപങ്ങളും ക്രിസ്തുവിൻ്റെ രക്തത്താൽ തുടച്ചു മാറ്റിയിരിക്കുന്നു. തുടച്ചു മാറ്റി ഒരിക്കലും പാപം ചെയ്യാത്ത അവസ്ഥ. അത് നമ്മൾ ചിന്തിക്കാൻ പോലും നമുക്ക് പ്രയാസമല്ലേ. അങ്ങനെ ഒരു സ്റ്റേജ്. ഒരു ദിവസമെങ്കിലും ഞാൻ ഒരിക്കലും പാപം ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് ചിന്തിക്കാൻ ഒക്കുമോ? അതൊക്കെ ഒരു ഫോറിൻ പോലെ അല്ലേ, നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പാടാം. പക്ഷെ ദൈവം അങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിച്ചെന്തോ, ക്രൂശുമരണത്തിന് മുൻപേ എനിക്ക് നിൻ്റെ പുത്രൻ നിന്നെ ദൈവത്തെ പിതാവിനെ മഹത്വപ്പെടുത്തി. അത് ദൈവം പുത്രനാണെന്ന്, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടിയത്? ഈ വേണ്ടിയവർക്ക് ഇതിനകത്ത് തെളിവുണ്ട്, വേണ്ടാത്തവർക്ക് ഇത് തിരിച്ചും പറയാം. നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടണേ, പുത്രനെ പെടണേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കാൻ നീ സകല ചട്ടത്തിൻ്റെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. മനുഷ്യർക്ക് നിത്യജീവൻ കൊടുക്കുവാൻ വേണ്ടി എല്ലാ ജഡത്തിൻ്റെ മേലുമുള്ള അധികാരം യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ അവസ്ഥയാണ് വിളിച്ചു പറയുന്നത്. അത് തന്നെയാണ് ഫിലിപ്പിയർ 2-ാം ലേഖനത്തിൻ്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിലിരിക്കുന്ന ദൈവം സ്വർഗത്തിൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വം ഉരിഞ്ഞു വെച്ച് മനുഷ്യനായിട്ട് വിളങ്ങി ഭൂമിയിൽ വസിച്ച് ഇന്ന് ആ മനുഷ്യനായി വന്നിരിക്കുന്ന യേശു നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ട് നിന്ന് അന്ന് പ്രാർത്ഥിച്ചത് ഇന്നും വിലയുണ്ട്. അന്ന് പ്രാർത്ഥിച്ചതെന്നും അല്ല, അന്ന് ക്രിസ്തു ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച സൃഷ്ടിയല്ലേ ഇന്നുള്ളു. അന്നുണ്ടാക്കിയ ഭൂമി ഇന്ന് നിൽപ്പില്ലേ? അത് പുതിയ അന്നുണ്ടാക്കിയ വൃക്ഷങ്ങളുടെ ഒരു ബാക്കിയല്ലേ നമ്മളൊക്കെ കാണുന്നത്. അന്നുണ്ടാക്കിയ മൃഗങ്ങളുടെ കൊച്ചുങ്ങളല്ലേ ഇപ്പോഴുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. ദൈവം നമുക്ക് നിത്യജീവൻ തകരാൻ സകല ജഡത്തിന്മേൽ അവകാശമുള്ള പറയാണ്, നീ എനിക്ക് തന്നിരിക്കുന്നവരെല്ലാം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുക എന്നത് തന്നെ നിത്യജീവൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 17:3. ഏക സത്യ ദൈവമാകുന്ന പിതാവിന്, ഒരു ദൈവമേ ഉള്ളൂ സത്യദൈവം. അല്ല 2 പറയായിരുന്നല്ലോ, 3 പറയില്ല. ഏക സത്യ ദൈവമാകുന്ന പിതാവിനെയും പിതാവ് അയച്ച പുത്രനെയും അറിയുക എന്നത് തന്നെ നിത്യജീവൻ. ലോകത്തിൽ കാര്യങ്ങൾ നേടാൻ നേർച്ച നേരാം, അല്ല നമ്മൾ അവിടെ പോയി അത് ചോദിക്കുക ഇത് ചോദിക്കുക, അതൊക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷേ നിത്യരക്ഷയുടെ ഉടമസ്ഥൻ യേശു ക്രിസ്തുവാണ്. സകല അധികാരം യേശുവിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ലോകത്തിൽ നമുക്ക് നിത്യരക്ഷ തരാനാണ് വന്നതും. എൻ്റെ നിത്യരക്ഷ എന്തെന്ന് പറയുന്നത്, സ്വർഗത്തിലിരിക്കുന്ന പിതാവിനെ അറിയണം. അറിയാത്ത ഒരു ജീവനല്ല. പിതാവിനെ അറിയുകയും പിതാവ് അയച്ച പുത്രനെയും അറിയുക എന്നത് തന്നെ നിത്യജീവൻ. വളരെ സിമ്പിളാക്കി തന്നില്ലേ? എന്തിനാ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? എന്തിനാ ഇത് പ്രയാസമാക്കുന്നത്? വളരെ വളരെ ശാന്തമായിട്ട് ദൈവം പറഞ്ഞു തരുന്നു, പിതാവിനെ അറിയുക, എന്നെ അറിയുക, അതോടെ നിത്യജീവൻ കിട്ടിയെന്ന്. ഈ പിതാവിനെയും പുത്രനെയും ചുറ്റിപ്പറ്റി ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഈ ഭൂമിയിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നീ എനിക്ക് തന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കർത്താവ് അന്നൊരു പ്രാർത്ഥന അയച്ചത് ഇന്നും ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ തന്നെ കിടപ്പുണ്ട്. അതിവിടെ ഇങ്ങനെ ചലിച്ചുകൊണ്ട്, അത് ജീവനാണ്. അത് ജീവൻ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ ദൈവം പറയുകയാണ്, നിത്യജീവനെ ഞാൻ നിങ്ങൾക്ക് തരാനാ കടന്നു വന്നു. ഈ ജീവനുള്ള പുത്രൻ തമ്പുരാൻ അവൻ്റെ ജീവനെ ക്രൂശിന്മേൽ കയറ്റി അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി പകർന്നു തരാൻ കർത്താവ് ക്രൂശിൽ കയറി നമ്മുടെ പാപത്തെ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കാമെന്ന് അന്ന് വാഗ്ദത്തം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരും, ക്രിയ ചെയ്യും, തിരിച്ചു പോകും. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നേക്കുമായിട്ട് നമ്മളിൽ തന്നെ
അബൈഡ് ചെയ്യുന്നു, നമ്മളിൽ വസിക്കുകയാണ്. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. അതെനിക്ക് നമുക്ക് പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കാം. ഡോർമെൻ്റാന്ന് പറയും, അതായത് പരിശുദ്ധാത്മ ഒന്നും അനങ്ങാതിരിക്കും. പരിശുദ്ധാത്മാവിനെ ചിറകടിച്ച് പറക്കാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കുന്നില്ല. അത് മിക്ക സഭകളിലും ഒരു പ്രശ്നമാണ്. കാരണം ഇവർക്ക് പേടിയാണ്, ഒന്നാമത് എവിടെ നിയന്ത്രിക്കണം എന്ന് അവർക്കറിയാത്തപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ പാടാം. പരിശുദ്ധാത്മാവിനെ എങ്ങനെ ചിറകടിച്ച് പറക്കണം, അല്ലെ കഴുകന്മാരെ പോലെ പറന്നുയർന്ന് മുകളിൽ നിന്ന് താഴോട്ട്, അതായത് നമ്മൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പാട്ട് പാടുമ്പോൾ, പ്രാർത്ഥന പാടുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നൊരു ഒരു വരിയുണ്ട്. സ്വർഗം കാണാത്തവന് സ്വർഗത്തിലെ പോലെ എങ്ങനെ ഭൂമിയിലാക്കാൻ സാധിക്കും? അപ്പോൾ സ്വർഗം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വർഗം കാണുന്നത്? ക്രിസ്തുവിൽ വരിക. ക്രിസ്തു നിത്യനായ ദൈവത്തിലേക്ക് നമ്മൾ ചിലപ്പം പറയും ഈ സിംഹത്തിൻ്റെ പള്ളയ്ക്കകത്ത് ഒളിച്ചിരിക്കാൻ കർത്താവ് പറയും. സിംഹത്തിൻ്റെ അത് എന്നോട് വ്യക്തമായിട്ട്, എൻ്റെ അമ്മയോട് വ്യക്തമായിട്ട് ദൈവം പറഞ്ഞാണ്, സിംഹത്തിൻ്റെ പള്ളയ്ക്കകത്ത് ഒളിച്ചിരിക്കുക. സിംഹമാരാ? രാജാവ്. അവൻ്റെ പള്ളയ്ക്കകത്ത് ഒളിച്ചിരുന്ന് ആരാ തൊടുന്നത്? തൊടത്തില്ല. ചില സന്ദർഭങ്ങളിൽ കർത്താവ് വളരെ ഹൃദ്യമായിട്ട് നമ്മളോട് സംസാരിക്കും. അതിലൊന്നാണ് എൻ്റെ അമ്മയോട് പറഞ്ഞാണ് സിംഹത്തിൻ്റെ പള്ളയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ. എന്നും ഒളിഞ്ഞിരിക്കാൻ പറയുന്നില്ല, ആവശ്യമുള്ളപ്പം പുറത്തിറങ്ങി വരണം. നമ്മളോട് ദൈവം പറയുന്നത്, നീ നിത്യജീവൻ്റെ ഉറവിടമായ എന്നെ കണ്ടതിനാൽ എന്നേക്കുമുള്ള നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. ഇത് നിന്നിൽ നിന്ന് ആർക്കും എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് ഡോർമെൻ്റ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലകത്ത് ഇരുത്താം. പക്ഷെ എന്നാലും പരിശുദ്ധാത്മാവ് വിട്ടേച്ചു പോകുന്നില്ല. പിന്നെ കഷ്ടസമയത്തിൽ, പ്രയാസ സമയത്തിൽ, അയ്യോ ദൈവം എൻ്റെ കൂടെ ഇല്ല എന്ന് നമ്മൾ ചിലപ്പം പറയും. ആ സമയത്ത് ദൈവം ഉണ്ട്, നമ്മൾ കാണുന്നില്ല. കാരണം നമ്മുടെ ഈ ഭാരങ്ങളും വെപ്രാളും വിഭ്രതിയും എല്ലാം കൂടെ ഒരു മല പോലെ നിൽക്കുമ്പോൾ ദൈവം മുമ്പിൽ നിൽക്കുന്നത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ദൈവമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപുരോഹിതനായ യേശു മരിക്കുന്നതിന് മുൻപ് പിതാവിൻ്റെ സന്നിധിയിൽ വന്ന് പുത്രൻ തമ്പുരാൻ തനിക്ക് വേണ്ടി തന്നെ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയും തന്നെ ഏൽപ്പിച്ച മക്കൾക്ക് നിത്യജീവൻ കൊടുക്കുന്നതിനെ ഉറപ്പിക്കാനുമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് തന്നെത്താൻ മഹാപുരോഹിതൻ എന്ന ലെവലിൽ കർത്താവെ തനിക്ക് വേണ്ടി തന്നെ ആദ്യം പ്രാർത്ഥിച്ചു, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വിശ്വാസികളാകുന്ന സകല ജനത്തെയും, അന്നുള്ളതും ഇന്ന് വരാൻ പോകുന്ന തലമുറയിൽ ഇനിയും വരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയും കൂടെ അപ്പച്ചൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇത്ര വലിയൊരു ശുശ്രൂഷ ചെയ്ത് സകലതും പൂർത്തിയാക്കി കാൽവറി ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞത്, ഇന്നും ഭൂമിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ദാനമായിട്ട് ഞങ്ങൾക്ക് തന്നത്, ദാനമായിട്ട് എടുത്തു കൊടുക്കുവാനും ഉപയോഗിക്കാനും തലമുറമേൽ നെറ്റിമേൽ മുദ്രയിടാനും ചെവിയുടെ പുറകിൽ, തമ്പിൽ, കാലിൻ്റെ തമ്പിൽ എല്ലാം, വിരലിലെല്ലാം പുരട്ടി കർത്താവ് ഇവൻ യഹോവയ്ക്കുള്ളവൻ, ഒരുവൻ യഹോവയ്ക്കുള്ളവൻ, മറ്റേത് യാക്കോബിനുള്ളവൻ, വേറൊരാൾ ഇസ്രായേലിനുള്ളവൻ എന്ന് പറയാൻ തക്കവണ്ണം നീ ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവേ. നിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ഒരാളെ നീ വെറുതെ വിടത്തില്ല. എൻ്റെ ആലയ്ക്കകത്ത് വന്ന കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ട ചുമതല കർത്താവിന്. നല്ല ഇടയനായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഭയപ്പെടേണ്ട, ഞാൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ എൻ്റെ ജീവനെ കളഞ്ഞാലും നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ സൂക്ഷിക്കും. അതവിടുന്ന് ചെയ്ത് തീർത്ത് കർത്താവേ. ആ പുരോഹിതൻ്റെ പ്രാർത്ഥന, മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന അന്ന് ഞങ്ങൾക്ക് വേലി കെട്ടി തന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഇന്നിറ്റേണിറ്റി എന്നേക്കുമായിട്ട് കർത്താവിൻ്റെ നിത്യരക്ഷയുടെ ഉടമസ്ഥരാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. ഇത്ര ഭാഗ്യം, ഈ പദവി ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.